എന്തുകൊണ്ടാണ് അദ്ദേഹം ബുഖാരി തൻ്റെ സ്വഹീഹ് രചിക്കാൻ തുടങ്ങിയത്? ചരിത്രം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അദ്ദേഹം ചോദിക്കുകയാണ് ഇമാം ബുഖാരിയോട്, ലൗ ജമഅതും കിതാബൻ, നിങ്ങൾ ഒരു കിതാബ് രചിച്ചിരുന്നെങ്കിൽ മുഖ്തസറായിക്കൊണ്ട് ലി സ്വഹീഹി സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അധ്യാപകൻ, ഒരു പണ്ഡിതൻ തൻ്റെ ശിഷ്യനോട്, ഈ ഇസ്ഹാഖ് ബിൻ റാഹവയുടെ കിതാബാണ് പണ്ട് ഇമാം ബുഖാരി വായിച്ചു പഠിച്ചത്. ആ ഇസ്ഹാഖ് ബിൻ റാഹവയാണ് ബുഖാരിയോട് പറയുന്നത്, നിങ്ങൾ പ്രവാചകന്റെ ഹദീസുകളെ, പ്രവാചകന്റെ നടപടിക്രമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തൻ്റെ മുകളിലുള്ള ഒരാൾ താഴെയുള്ള ഒരാളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇമാം ബുഖാരിയെ കുറിച്ച് ശൈഖന്മാരുടെ മനസ്സുകളിൽ എത്രത്തോളം വലിയ ഒരു ഇൽമിന്റെ സ്ഥാനമാണ് അവർ കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ ഒരു ദിവസം റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ഞാനൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? കഅന്നി വാഖിഫുൻ ബൈന യദൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ വബിയദി മിർവഹത്തുൻ, എൻ്റെ കയ്യിലൊരു വിശറി ഉണ്ടായിരുന്നു. അദുബ്ബു അൻഹു, അതുകൊണ്ട് ഞാൻ റസൂലിനെ ഇങ്ങനെ വീശിക്കൊടുക്കുകയാണ്. പ്രവാചകന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വീശുകയാണ്. ഫസഅൽതു ബഅദൽ മുഅബ്ബിരീന, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന അതിനെക്കുറിച്ച് അറിവുള്ള ചില ആളുകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ സ്വപ്നം, എന്താണ് അതിന്റെ വിശദീകരണം? അവർ എന്നോട് പറഞ്ഞു, ഇന്നക തദിബ്ബു അൻഹുൽ കദിബ് ഫഹുവല്ലദീ ഹമലനി അലാ ഇഖ്റാജി സഹീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വരുന്ന കളവുകളെ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ ചെയ്തു, റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കളവുകളുണ്ടല്ലോ, ആ കളവുകളെ നിങ്ങൾ പ്രവാചകനിൽ നിന്നും മാറ്റി വെക്കുകയാണ്, അതിനെ നീക്കിക്കളയുകയാണ്. അതാണ് അതിൻ്റെ വ്യാഖ്യാനമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകൾ പറഞ്ഞു. ഇമാം ബുഖാരി പറയാണ്, ഹാദല്ലദീ ഹമലനി അലാ ഇഖ്റാജി സ്വഹീഹ്, ഇതാണ് ആ സ്വഹീഹുൽ ബുഖാരി സമാഹരിക്കുവാനും ആ ഗ്രന്ഥരചന തുടങ്ങുവാനും എനിക്ക് പ്രചോദനമായി മാറിയത്.